മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ജന്തുജന്യ രോഗമാണ് ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ അതായത് സൂക്ഷ്മാണു മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. എല്ലാ വളർത്തുമൃഗങ്ങളിലും വന്യമൃഗങ്ങളിലും ഈ രോഗം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ നമുക്ക് പ്രധാനമായിട്ട് കണ്ടു കഴിഞ്ഞാൽ പശുക്കൾ, പന്നി, ആട്, പിന്നെ അതുപോലെ വളർത്തു നായ്ക്കൾ, പൂച്ചകൾ എല്ലാത്തിലും ഈ രോഗം കണ്ടുവന്നിട്ടുണ്ട്. പശുക്കളിൽ കാര്യമായിട്ടുള്ള ഒരു രോഗലക്ഷണങ്ങൾ കാണാറില്ല. പ്രഗ്നൻ്റ് ആയിട്ടുള്ള പശുക്കളിൽ അബോർഷനാണ് പ്രധാനമായിട്ട് കാണുന്ന ഒരു ലക്ഷണം. അതുകൊണ്ട് ഒരിക്കൽ ഈ മൃഗങ്ങളിൽ ഈ രോഗം ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആഴ്ചകളോ അല്ലെങ്കിൽ മാസങ്ങളോളം ഈ അണുക്കൾ മൂത്രത്തിലൂടെ ഈ എക്സ്ക്രീറ്റ് ചെയ്ത് വെള്ളത്തിലോ അല്ലെങ്കിൽ മണ്ണിലോ എത്തിച്ചേർന്ന് അതിനെ കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് ഒരുപാട് സ്ഥലത്ത് ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിലൊക്കെ ഈ കണ്ടാമിനേറ്റ് ആയിട്ടുള്ള ഈ മൂത്രം വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഈ അണുക്കൾ അതിൽ കുറേ കാലം വരെ സർവൈവ് ചെയ്ത് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് കണ്ടാമിനേറ്റഡ് വാട്ടറായിട്ടുള്ള നേരിട്ട് സമ്പർക്കം വഴിയാണ് മൃഗങ്ങളിലാണെങ്കിലും മനുഷ്യരിലാണെങ്കിലും ഈ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ശരീരത്തിൽ കയറുന്നത്. അതായത് ചെറിയ മുറിവായാൽ പോലും ഈ അണുക്കൾ ഈ ശരീരത്തിൽ കയറി രോഗം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെ ഓക്യുപ്പേഷണൽ റിസ്ക് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാടത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഡ്രെയിനേജ് സീവേജ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ, മെനഗ്ര വർക്കേഴ്സ്, വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ വെറ്റിനറി ഡോക്ടേഴ്സ്, പിന്നെ ഈ കന്നുകാലിയായിട്ട് സമ്പർക്കമുള്ള ആൾക്കാർ, ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് പെറ്റ് പോപ്പുലേഷൻ കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് നായ്ക്കളെയൊക്കെ പെറ്റ് പേരൻസ് അല്ലെങ്കിൽ പെറ്റ് ഓണേഴ്സ് അവർക്കൊക്കെ ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ മൃഗങ്ങളിലും ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഈ മൂത്രം വഴി, ഈ യൂറിൻ വഴി വെള്ളമൊക്കെ കണ്ടാമിനേറ്റ് ചെയ്ത് അതുവഴി വരാനുള്ള സാധ്യതയുണ്ട്. പാടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് എലിയാണ് അതിൻ്റെ ഒരു വലിയ പ്രധാനമായിട്ടുള്ള ഒരു റിസർവോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണുക്കൾ എലിയെ ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എലിയിൽ കാര്യമായിട്ടുള്ള ഒരു സിംറ്റം നമ്മൾ കണ്ടുവരാറില്ല. പക്ഷേ എലിയിലും ഈ അണുക്കൾ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എലിയുടെ ജീവിതകാലം മുഴുവൻ ഈ അണുക്കൾ യൂറിൻ വഴി പുറത്തൊക്കെ വന്ന് വെള്ളം കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മഴക്കാലത്തൊക്കെ വെള്ളക്കെട്ടൊക്കെ വരുമ്പോൾ ഈ റാറ്റ് ബറോസ്, അതായത് എലികൾ റാറ്റ് ബറോസ് എന്നൊക്കെ പുറത്തു വന്ന് വീടുകളിൽ കയറുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഈ റാറ്റ് യൂറിൻ പിന്നെ വീടുകളുടെ ഉള്ളിലുമൊക്കെ പല സ്ഥലങ്ങളിലും വന്ന് ആ സ്ഥലങ്ങളൊക്കെ കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. ഈ എലികളൊക്കെ വീടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള കുറേ മെഷേഴ്സ് നമുക്ക് സാധാരണ ആൾക്കാർക്ക് അറിയാലോ എലികളെയൊക്കെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ആ വഴികൾ മൂലം ഈ റാറ്റ് പോപ്പുലേഷൻ നമ്മൾ കൺട്രോൾ ചെയ്യാൻ കാര്യമായിട്ട് നോക്കേണ്ടതാണ്. പിന്നെ ഒരു കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ, കണ്ണിൻ്റെ, മൂക്കിൻ്റെ, വായയുടെ മ്യൂക്കസ് മെംബ്രെയിൻ വഴി ഈ അണുക്കൾ ശരീരത്തിൽ കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കണ്ടാമിനേറ്റ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളുകളോ അല്ലെങ്കിൽ പുഴയോ അല്ലെങ്കിൽ പിന്നെ കുളങ്ങളിലൊക്കെ നീന്തുമ്പോൾ നമുക്ക് ഈ അണുക്കൾ ശരീരത്തിൽ കയറി രോഗം ഉണ്ടാക്കാവുന്ന സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം ആണ് പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം. അതിൽ പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോഡൻറ്റ് കൺട്രോൾ, അതായത് എലികൾ കൺട്രോൾ ചെയ്യാൻ നമ്മൾ സൂക്ഷിക്കണം. അവർ പല സ്ഥലങ്ങളിൽ കണ്ടാമിനേറ്റ് ചെയ്യാതെ, അവർ മൂത്രം വഴി കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വരാതെ നമ്മൾ നോക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓക്യുപ്പേഷണൽ റിസ്ക് ഗ്രൂപ്പ്സ് നേരത്തെ പറഞ്ഞ പോലെ അവർ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ അതിൻ്റെ കണ്ടാമിനേഷൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവർ ഗം ബൂട്ട്സ്, പിന്നെ കയ്യിൽ ഉറകൾ, അതായത് ഗ്ലൗസൊക്കെ ഉപയോഗിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അല്ലെങ്കിൽ ഒരു ചെറിയ മുറിവുണ്ടെങ്കിൽ പോലും ഈ അണുക്കൾ ശരീരത്തിൽ കയറി രോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
മൂന്നാമത് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിമ്മിംഗ് പൂളോ പോലത്തെ സ്ഥലങ്ങളിൽ കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ട് വെള്ളത്തിനെ സാനിറ്റൈസ് ചെയ്യേണ്ടതാണ്. അതായത് ബ്ലീച്ചിങ് പൗഡർ വളരെ ഇഫക്റ്റീവാണ് ലെപ്റ്റോസ്പൈറ എന്നുള്ള ബാക്ടീരിയ കൺട്രോൾ ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള ഡോസ് വെച്ച്, അതായത് 2.5 ഗ്രാം പെർ 1000 ലിറ്റർ വെള്ളം, 2.5 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ പെർ 1000 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഉപയോഗിച്ച് അതിനെ ഡിസിൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെപ്റ്റോസ്പൈറ അണുക്കൾ പൂർണ്ണമായിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ബ്ലീച്ചിങ് പൗഡർ പല സ്ഥലങ്ങളിൽ നമുക്ക് അല്ലാതെയും ഉപയോഗിക്കാം. അതായത് നമുക്ക് വല്ലാണ്ട് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്ക് കണ്ടാമിനേറ്റ് ആവാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഈ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് വൃത്തിയാക്കേണ്ടതാണ്. ബ്ലീച്ചിങ് പൗഡർ കിണറ്റിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളം ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരിക്കണം. അതിൽ മാലിന്യം ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ അതിൽ ആക്ട് ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു മഴയുടെ ശേഷം, വെള്ളം വറ്റിച്ചതിൻ്റെ ശേഷം വേണം ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കാം. വെള്ളത്തിൻ്റെ pH നോക്കണം. അതായത് ഒരു അസിഡിക് pH ഒക്കെ ആണെങ്കിൽ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഒരു ഇഫക്റ്റിവിറ്റി കുറയും. അതുകൊണ്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഡോസ് അനുസരിച്ചാണ് ബ്ലീച്ചിങ് പൗഡർ നമ്മൾ കിണറ്റിൽ ഇടേണ്ടത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ക്വാളിറ്റി വേരി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒരു ക്ലോറിൻ്റെ മണം വരുന്ന വരെ വേണം ഈ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ഈ വെള്ളം ഡിസിൻഫെക്റ്റ് ചെയ്യാൻ. അതായത് നേരിട്ട് പൊടി ഉപയോഗിക്കാൻ പാടില്ല കിണറ്റിൻ്റെ വെള്ളത്തിൽ. അതായത് നമ്മൾ വെള്ളത്തിൽ ഈ ബ്ലീച്ചിങ് പൗഡർ കലക്കിയതിൻ്റെ ശേഷം അതിൻ്റെ തെളി മാത്രം വേണം കിണറ്റിൽ ഒഴിക്കാൻ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഈ ഇടുന്ന ആൾ മണത്ത് നോക്കാതെ വേറൊരാൾ വന്നിട്ട് ആ മണത്ത് നോക്കിയിട്ട് അതിൽ ക്ലോറിൻ്റെ മണം വരുന്നുണ്ടോ എന്ന് നോക്കിയതിൻ്റെ ശേഷമാണ് നമ്മളത് ഡിസിൻഫെക്റ്റ് ആയിന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അത് പ്രത്യേകം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അതേപോലെ നമ്മൾ ഈ എലികളുടെ കൺട്രോളും തിരിച്ചു വരുമ്പോൾ നോക്കണം. അതെല്ലാം നമ്മുടെ ഏതെങ്കിലും സ്ഥലത്ത് ഇടർന്നു പോയ സ്ഥലങ്ങൾ, അതിൽ കൂടെ എലി വരാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും വളരെ ക്ലിയറായിട്ട് നമ്മളത് മൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എലികൾ വീടിൻ്റെ ഉള്ളിൽ കയറാതെ നോക്കാൻ കുറേയേറെ നമുക്കത് സഹായിക്കും. പിന്നെ ഒരു കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡോഗ് വാക്സിനേഷൻ. നായ്ക്കളിൽ വാക്സിനേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ആ വാക്സിനേഷൻ നമ്മൾ ഈ പെറ്റ് പേരൻസ് അല്ലെങ്കിൽ ഡോഗ് ഓണേഴ്സ് കൃത്യമായിട്ട് ആ വാക്സിനേഷൻ എടുക്കേണ്ടതാണ് നായ്ക്കൾക്ക്. അതിലൊരു പ്രധാനമായിട്ടുള്ള കാര്യം പറയാനുള്ളത്, ഈ വാക്സിനേഷൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി ഒരു കൊല്ലം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാ കൊല്ലം ബൂസ്റ്റർ വാക്സിനേഷൻ എടുക്കേണ്ടതാണ്. അത് കാര്യമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. എല്ലാ കൊല്ലം നമ്മുടെ റേബീസ് വാക്സിൻ എടുക്കുന്ന പോലെ ലെപ്റ്റോസ്പൈറ വാക്സിനും എടുത്തു കഴിഞ്ഞാൽ നായ്ക്കൾക്ക് ഈ അസുഖം വരാതെ നമുക്ക് കുറേയേറെ നോക്കാൻ സാധിക്കും. പിന്നെ വേറൊരു പ്രധാനമായിട്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് കുറേ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഓക്യുപ്പേഷണൽ റിസ്ക് ഗ്രൂപ്പ്സിൽ എങ്ങനെയൊക്കെ നമുക്ക് പ്രൊഫൈൽ ആക്സസ് ചെയ്യാം. പ്രൊഫൈൽ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വരുന്നതിന് മുമ്പ് നമ്മൾ ചില ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് ആ രോഗം വരാതെ നമുക്ക് നോക്കാൻ സാധിക്കും. അതിൽ പ്രധാനമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നത് ഡോക്സിസൈക്ലിനാണ്. ഡോക്സിസൈക്ലിൻ കാലാകാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ്. പക്ഷേ ഇതുവരെ അതിലൊരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട്, അത് വളരെ എഫക്റ്റീവ് ആയതുകൊണ്ട് കുറേ നമ്മുടെ എക്സ്പോഷർ റേറ്റ് അനുസരിച്ച്, അതായത് നമ്മൾ ഒരു പ്രാവശ്യമാണ് എക്സ്പോസ് ആവുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുറേ ഒരു ലോങ് പീരീഡ് വരെ എക്സ്പോസ് ആവണ്ടോ, അതിനെ അനുസരിച്ച് അതിൻ്റെ ഡോസ് ഡയറക്ടറേറ്റ് ഹെൽത്ത് സർവീസസിലെ ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ ആ ഡോസ് എടുക്കാൻ. ഇനിയിപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ, വീടുകളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ മാറി താമസിച്ചതിൻ്റെ ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ വീടുകളിൽ കയറാൻ, പിന്നെ അത് ക്ലീൻ ചെയ്യാനും. അതായത് ഈ സ്ഥലങ്ങളിൽ എല്ലാം വെള്ളം കയറി നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട്, പിന്നെ നമ്മുടെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ കാലാവസ്ഥ ഈ ലെപ്റ്റോസ്പൈറയ്ക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. പോരാത്തതിന് എലികളുടെ ഒരു എണ്ണവും വല്ലാണ്ട് കൂടുതലാണ്. എന്താ വെച്ചാൽ നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് മോശമായതുകൊണ്ട് എലികളുടെ എണ്ണവും കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് വീടുകളിൽ പോകുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് ആദ്യം കഴുകി, ഒരു ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചും നമ്മൾ വൃത്തിയായിട്ട് കഴുകിയതിൻ്റെ ശേഷം
പിന്നെ അവിടെ കെട്ടി നിൽക്കുന്ന വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ വെച്ച്, കിണറ്റിലാണെങ്കിലും ബ്ലീച്ചിങ് പൗഡർ വെച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ കുറേ മെഷേഴ്സ് നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ ഈ ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞ അസുഖം നേരിടാൻ സാധിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ കാര്യമായിട്ടുള്ള ഒരു ലക്ഷണം, അതായത് പനി, പിന്നെ മേൽവേദന, അതുപോലത്തെ കുറേ സാധാരണ ഒരു പനിയിൽ കാണുന്ന സെയിം ലക്ഷണങ്ങളാണ് എലിപ്പനിയിലും കണ്ടുവരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ സമീപിച്ച് ഇത് ലെപ്റ്റോസ്പൈറ ആണോ എലിപ്പനി ആണോ അല്ലേന്ന് സ്ഥിരീകരിക്കാൻ നോക്കണം. അതിനുശേഷം ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് നോക്കണം. വൈകി കഴിഞ്ഞാൽ പിന്നെ ഇത് വേറെ ഓർഗൻസിനെ ബാധിച്ച് കോംപ്ലിക്കേറ്റ് ചെയ്ത്, അതായത് കിഡ്നി, ലിവർ, പിന്നെ ഇപ്പോൾ ലങ്സിൽ പോലും ബാധിച്ച സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് ബാധിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ പേഷ്യൻറ്റിനെ നമുക്ക് റിക്കവർ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഡെത്തും ഇപ്പോൾ കുറേ എലിപ്പനി മൂലം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയ കുറേ ദിവസം നിലനിൽക്കണ 2-3 ദിവസം പനി നിലനിൽക്കുകയാണെങ്കിൽ ഡോക്ടറെ പോയി കാണുക. എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം ഇത് സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് ലെപ്റ്റോസ്പൈറോ മറികടക്കാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ ഈ ജന്തുജന്യ രോഗം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നന്ദി.